ചെവിടടക്കുന്ന യുദ്ധമായിരിക്കും, കണ്ണ് കാണാത്ത യുദ്ധമായിരിക്കും. ആ യുദ്ധം ഇറാനിൽ നിന്ന് ആരംഭിക്കും. ഇറാനുമായി ലോകശക്തികൾ യുദ്ധം ചെയ്യും. എഴുതി വെച്ചോ, നിങ്ങൾ ഏത് സംഘടനയുടെ ചാരനാണ്? ഞാനൊരു സംഘടനയുടെയും ചാരനല്ലടാ. മുത്തുനബി പറഞ്ഞതാണ്. നമ്മൾ നമ്മളെ സമാന തിരിച്ചറിയണം. ഇത് ആഖിർ സമാനാണ്. ഇവിടുത്തെ സുഖങ്ങളും സൗകര്യങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. ഇത് ആഖിർ സമാനാണ്. ഇത് ആഖിർ സമാനാണ്. ഇത് അസറിന്റെയും അവസാനമാണ്. ഒരു ദിവസം മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിനോട് കൂടെ വെളിസ്ഥലത്തിരിക്കുകയായിരുന്നു. സൂര്യൻ അങ്ങനെ വന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ തൊട്ടില്ല എന്ന നിലയിൽ അസ്തമയ സൂര്യൻ ഇങ്ങനെ ചെമന്ന ഒരു കിണ്ണം പോലെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ തത്തിക്കളിച്ചുകൊണ്ടേ നിന്നു. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ ആ സൂര്യനെ നോക്കി സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബികളെ, തൊട്ടില്ല എന്ന നിലയിലാണല്ലോ ഇപ്പോൾ സൂര്യനും ചക്രവാളമുള്ളത്. ഇതുപോലത്തെ ഒരു സമയമേ ഇനി കാലത്തിൽ ബാക്കിയുള്ളത് മുഹമ്മദ് മുസ്തഫ. അത് പറഞ്ഞിട്ട് ഏകദേശം 1430 കൊല്ലം കഴിഞ്ഞു. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ഒരു ദിവസം വൈകുന്നേരം വെളിസ്ഥലത്തിരിക്കുകയാണ് റസൂലും സ്വഹാബികളും. സൂര്യൻ ഇങ്ങനെ വന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ താഴാണ്. ചക്രവാളത്തിൽ തൊട്ടില്ല എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ നിന്നു. ഇനി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് എന്തായി പോവും? പറ, അവസാനിക്കും. അങ്ങനെ തൊട്ടില്ല എന്നൊക്കെ കണ്ടപ്പോ ഹബീബ് റസൂൽ പറഞ്ഞു, ഒന്ന് നോക്ക് ലം യബ്ഖ മിന സമാനി ഇല്ലാ മിസ്ലു ഹാദാ. ഇനി കാലത്തിൽ ഏകദേശം ഇത്ര സമയം ബാക്കി ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു? 1441. ഹിജറ 11 ഹബീബ് നബി വഫാത്താവുന്നത്. ഹിജറ 11 റബീഉൽ അവ്വൽ 12 മുസ്തഫ നബി വഫാത്തായി. മുത്ത് മുഹമ്മദ് മുസ്തഫ വർക്കപ്പറ. ഹിജറ 11 റബീഉൽ അവ്വൽ 12 മുത്ത് മുഹമ്മദ് മുസ്തഫ വഫാത്തായി. അത് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാണെങ്കിലും 1430 കൊല്ലം കഴിഞ്ഞു. പറഞ്ഞിട്ട് ഇത്ര ഇനി ബാക്കിയുള്ളൂ. എന്നിട്ട് 1830 കൊല്ലം കഴിഞ്ഞു. അവസ്ഥ ചിന്തിക്കും. എന്റെ ഖബർ ജീവിതം 1.5 ദിവസമാണെന്ന് പുണ്യ റസൂൽ മുസ്തഫ. ഈ ഹദീസ് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പരലോകത്തെ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലം പോലെയാണ്. അപ്പോൾ 1.5 ദിവസം എന്ന് പറഞ്ഞാൽ 1500 കൊല്ലമാണ്. ഇതേ ഹദീസ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതിനൊരുപാട് ശവാഹിദ് വേറെയും കണ്ടിട്ടുണ്ട്. വെറുതെ പറയുകയല്ല, ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല. സിഹാഹിൽ ഇങ്ങനൊരു ഹദീസ് ഇല്ലെങ്കിലും അതിന്റെ ചില ത്വരീഖുകളിൽ ദുർബലത ഉണ്ടെങ്കിലും അതിന് ശവാഹിദായി വേറെയും ഹദീസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വാദപ്രതിവാദത്തിനില്ല. വാദപ്രതിവാദം ഇപ്പോൾ എന്റെ ലക്ഷ്യവുമല്ല. പക്ഷേ അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അതിന് ഒരുപാട് സാക്ഷിയായ ഹദീസുകൾ വേറെയുമുണ്ട്. 1.5 ദിവസമാണ് എന്റെ ഖബർ ജീവിതം എന്ന് മുഹമ്മദ് മുസ്തഫ. പരലോകത്തെ ഒരു ദിവസം എന്നാൽ ഭൂമിയിലെ 1000 കൊല്ലം. അപ്പോൾ 1.5 ദിവസം എന്നാൽ 500 കൊല്ലം. ചിന്തിച്ചു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഇനി ഇവിടെ എന്തൊക്കെ നടക്കുക? ഇനി കുറഞ്ഞ കൊല്ലം കൂടി വെള്ളം നടക്കും. ഇനി വെള്ളം നടക്കും. നിങ്ങളൊരു സത്യം കേട്ടോളൂ. നിങ്ങൾക്ക് ഞാൻ അത്ഭുതം പറഞ്ഞുതരാം. ഒരു 10 കൊല്ലത്തിന്റെ ഉള്ളിൽ മനുഷ്യന്മാർ മൊബൈൽ ഒഴിവാക്കും. എഴുതിച്ചു. ഇന്ന് രാത്രി വളർന്നു കഴിഞ്ഞിട്ട് എഴുതി വെക്കുക. റഹ്മത്തുള്ളാഹി ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് നിങ്ങൾ എഴുതി വെച്ചത് കിടന്നാൽ മതി. റഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 10 കൊല്ലം കൊണ്ട് മനുഷ്യന്മാർ മൊബൈൽ ഒഴിവാക്കും. സാർവത്രികമായി ഒഴിവാക്കും. മനുഷ്യന്മാർ ഇങ്ങനെ ഫോൺ ചെയ്യും. കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായില്ല? ഫിംഗറിന്റെ പുറത്ത് തന്നെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉണ്ടാവും. മനുഷ്യന്മാർക്ക് ഒരു ഭാരമായി തോന്നും. എന്ത് ഞാൻ പഠിച്ച നമ്പറാണ്. എന്ത് മൊബൈൽ എഴുതി വെച്ചു. 10 കൊല്ലം എന്ന് പറഞ്ഞത് ഞാൻ കൂട്ടി പറഞ്ഞതാ.
പത്തിലൊന്നും വേണ്ട. അങ്ങനെ ഞാൻ വല്ല കാലം വല്ല ട്രാഫിക് ജാമിലും പെട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 5 കൊല്ലം കൂടി പറഞ്ഞ മൊബൈൽ ഒഴിവാക്കും. 10 കൊല്ലം കഴിഞ്ഞ ഒരു ഒറ്റെണ്ണത്തിന് മൊബൈൽ ഉണ്ടാവില്ല. മനുഷ്യൻ അമേരിക്കയിലുള്ളവരോട് വിളിക്കും, ഇങ്ങനെ വിളിക്കും. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ കൈ വന്നിക്കാനും മനുഷ്യന് മടിയാവും. പിന്നെ മനുഷ്യൻ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അമേരിക്ക കേൾക്കും. എഴുതി വെച്ചോ, ഞാൻ ആ റാമത്തുള്ള തന്നെയാണ്, ആ പറയപ്പെട്ട റാമത്തുള്ള തന്നെയാണ് ഞാൻ. നിങ്ങൾ എഴുതി വെച്ചോ, നടന്നിരിക്കും, 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 ഇൻഷാ അല്ലാഹ് നടന്നിരിക്കും. ഭയങ്കര ചെയ്ത ലോകത്തരം പോണത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. തമാശയല്ല, തമാശയല്ല. ചിന്തിക്ക. ലോകം മുഴുവനും വിപ്ലവങ്ങൾ ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാവും. അറബ് ലോകത്ത് വൻ യുദ്ധമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അത് 2050 മുമ്പ് ഉണ്ടായിരിക്കും. അറബ് ലോകത്തൊരു വൻ യുദ്ധമുണ്ടാകും. എന്താണ് യുദ്ധം എന്ന് പറഞ്ഞാൽ ചെവി നടക്കുന്ന യുദ്ധമായിരിക്കും, കണ്ണ് കാണാത്ത യുദ്ധമായിരിക്കും. ആ യുദ്ധം ഇറാനിൽ നിന്ന് ആരംഭിക്കും. ഇറാനുമായി ലോകശക്തികൾ യുദ്ധം ചെയ്യും. എഴുതി വെച്ചോ, നിങ്ങളാരാ? നിങ്ങൾ ഏത് സംഘടനയുടെ ചാരനാണ്? ഞാനൊരു സംഘടനയുടെയും ചാരനല്ലടാ. മുത്തുനബി പറഞ്ഞതാണ്. മുഹമ്മദ് മുസ്തഫ കാലം ഞാൻ എന്റെ മനക്കെന്ന് കൊണ്ട് കൂട്ടിയതാണ്. 2050 വേണ്ടിയില്ല. ഞാൻ പറഞ്ഞത് കളവാക്കാൻ വേണ്ടി കുറച്ച് കൊല്ലം കൂട്ടി പറഞ്ഞതാണ്. ഒന്നും വേണ്ടിയില്ല. അത് നടന്നേ തീരും. അത് സംഭവിച്ചിരിക്കും. അത് അത് കണ്ണും കാതുമില്ലാത്ത യുദ്ധമായിരിക്കും. അള്ളാഹു കാക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. മഹ്ദിമാവ് പുറത്തു വരുന്ന കാത്തിരിപ്പിലാണ് മുസ്ലിം ലോകം. പക്ഷെ കാത്തിരിക്കണോ? മഹ്ദിമാവ് വരൂല, വരും. പക്ഷേ അറബ് രാജ്യങ്ങളുടെ അധികാരം നഷ്ടപ്പെടാതെ മഹ്ദി പുറത്തു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളിങ്ങനെ റൊട്ടിയും എന്തൊക്കെ പറയാ, ജാമും റൊട്ടിയും ജാമും ഹംബർഗറും ഒരു പേരിൽ 3 പറയും. പറയും ചങ്ങായിമാരെ, പറയും എന്തൊക്കെ പറയാ, ബ്രോസ്റ്റും അൽബൈക്കും ഇതൊക്കെ നമ്മളിങ്ങനെ മുണങ്ങണിന്റെ ഇടയിൽ മെല്ലെ മഹദിയാണ് വന്നു പോവുക. നടക്കൂല, അത് നടക്കൂല, അത് നടക്കൂല. ഒരു മുസ്ലിം രാജ്യത്തിന് അധികാരം ഉണ്ടാവില്ല. ഒക്കെ റോമക്കാർ തിരിച്ചെടുക്കും. ലോകത്തിൽ മുസ്ലിം രാജ്യം ഇല്ലാതായാൽ മാത്രമേ അറബ് ലോകത്ത് ഒരു രാജ്യം പോലും ഉണ്ടെങ്കിൽ മഹ്ദിമാമ വരില്ല. എല്ലാവർക്കും നഷ്ടപ്പെടും, എല്ലാവർക്കും നഷ്ടപ്പെടും, എല്ലാവരും അധികാരം നഷ്ടപ്പെടും. ഞാൻ ഇന്നാലിന്ന രാജാവിന്റെ പേരക്കുട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ ശൈഖുൽ മശായിഖിന്റെ വല്യാപ്പയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഹ്ദി പുറത്തു വരികയില്ല. അറബ് ലോകത്തിന്റെ അധികാരം നഷ്ടപ്പെടാതെ ഇമാം മഹ്ദി വരികയില്ലെന്ന് പറഞ്ഞത് ഏടാണ്? എന്റെ ശൈഖിന്റെ വല്യാപ്പയല്ല, മുഹമ്മദ് മുസ്തഫ. നിന്റെ ഏതെങ്കിലും ഒരു ശൈഖുൽ മശായിഖ് പറഞ്ഞതല്ല ഇത്. നിന്റെ രാജാവിന്റെ വല്യാപ്പ പറഞ്ഞതല്ല ഇത്. ഇത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞതാണ്. ആരാ മുഹമ്മദ് മുസ്തഫ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. വഹയ് കൊണ്ട് മാത്രം സംസാരിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ശൈഖുൽ മശായിഖ് അല്ല പറഞ്ഞിട്ട് ഞാൻ ഇന്നാലിന്ന ശൈഖാണ്, ഞാൻ ഇന്നാലിന്റെ അറബ് ലോകത്തെ വലിയ മന്ത്രിന്റെ കുട്ടിയാണ്, വലിയ വല്യാപ്പയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കാലൊക്കെ നഷ്ടപ്പെടും. മഹ്ദി പുറത്തു വരികയില്ല. അറബ് ലോകത്തിന്റെ അധികാരം നഷ്ടപ്പെടാതെ മഹ്ദി പുറത്തു വരികയില്ല. മുഹമ്മദ് മുസ്തഫ. സുഖത്തിന്റെ പറുദീസയിൽ അങ്ങനെ ലയിച്ചു നടക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി അള്ളാന്റെ ആള് വരികയില്ല. ത്യാഗമില്ലാതെ വിജയമില്ല. ത്യജിച്ച ജനതക്കല്ലാതെ അള്ളാഹു തആല സുഖം പ്രദാനം ചെയ്തിട്ടില്ല.
അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉറപ്പ് ചിന്തിക്കണം. എന്താ പറയുന്നത്? കാലത്തെ മനസ്സിലാക്കണം. ഏറ്റവും വലിയ മനസ്സിലാക്കലെന്നാൽ സ്വന്തം കാലത്തെ മനസ്സിലാക്കണം. സുഖഭോഗങ്ങൾക്ക് ഭയപ്പെട്ടാൽ പരാജയപ്പെടും. മുസ്ലിം സമുദായമേ, നമ്മൾ കാലത്തെ മനസ്സിലാക്കിയിട്ടില്ല. ഇത് അന്ത്യനാളാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ അതിനേക്കാൾ വലിയ പ്രശ്നത്തിലല്ലാതെ അവസാനിക്കുകയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറന്ന് എന്റെ കൂടെ നിൽക്കണം. മനസ്സ് തുറന്നു വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കവിളത്ത് മഴ ഉണ്ടായി. അപ്പോൾ ആ മഴ നീങ്ങാൻ വേണ്ടി പല പണിയും എടുത്തു. അങ്ങനെ മഴ നീങ്ങിയപ്പോൾ ചങ്കില പിന്നെ പൊന്തിയത്. കവിളത്തിലെ മഴ നീങ്ങിയില്ലേ? മരുന്ന് കുടിച്ചപ്പോ നീങ്ങിയില്ലേ? നീങ്ങി, പക്ഷെ തൊണ്ടില പൊങ്ങി. അവിടെ എന്താ ഉണ്ടായി? കവിളത്ത് മഴച്ചപ്പോൾ ചുർക്ക് കുറച്ച് കുറഞ്ഞേ ഉള്ളൂ. തിന്നാനും കുടിക്കാനും വർത്താനം പറയാനും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇതാണ് പോയി. പക്ഷേ കുടിനീരിറങ്ങാതെയായി, മുണ്ടാൻ കഴിയാതെയായി. പിന്നെ അവിടെ ഒരുപാട് മരുന്ന് പിടിച്ച്. അപ്പോൾ തൊണ്ടയിലെ മുഴ ഇറങ്ങിയത് പിന്നെ പിടിക്കാണ്. ഇനി വല്ലാതെ നേരൊന്നും ഉണ്ടാവില്ല. കബർ വയ്ക്കുന്ന നേരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവോ? പറ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? പുതിയ ബില്ലുകളും കണകളും ഒക്കെ നീങ്ങൂലേ? അതിനേക്കാൾ വലിയ ബില്ലില്ല നീങ്ങും. ഇത് നീങ്ങിയ അതിനേക്കാൾ വലിയ ഉണ്ടാവും. അതുകൊണ്ട് അതിനേക്കാൾ വലിയ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക, ഇതൊക്കെ ഉണ്ടായത്, എന്തൊക്കെ ഉണ്ടാവുന്നത്? എന്റെ ബോധം എന്താവില്ല ഉണ്ടാ? ഗൾഫ് ഇങ്ങനെ അസ്തമിച്ചു 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 അസ്തമിച്ചു. ചിന്തിക്ക, കടയും തുറന്നു വെച്ച് എത്ര ആളുകളാണ് ഓടി രക്ഷപ്പെട്ട് അറബ് നാടുകളിൽ നിന്ന്. വാടക കൊടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ബാങ്കിനടുത്ത പലിശ അടക്കാനും കഴിയാതെ എത്ര ആളുകൾ അറബ് നാടുകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് നാട്ടിലെത്തിയപ്പോ എന്താ ഉണ്ടായത്? 2 പ്രളയം കുറിച്ച് വർഷം ഉണ്ടായില്ലേ? ഇതൊക്കെയാണ് പോയിട്ട് നമ്മൾ സുന്ദരന്മാരായിട്ട് ഇങ്ങനെ അൽബയ്ക്ക് ഇങ്ങനെ മുണങ്ങിങ്ങോട്ട് ഒരു കാലം ഉണ്ടാവും. അങ്ങനെ വിചാരിക്കേണ്ടത്, അങ്ങനെ വിചാരിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താണെന്നറിയോ? ആ പഴയ കാലം ഇനി പെട്ടെന്ന് മടങ്ങി വരുമെന്ന ചിന്ത വേണ്ട. അള്ളാഹുവിലേക്ക് മടങ്ങലേ നമുക്ക് നല്ലത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങളോട് പറയാണ്, പഴയ കാലം ആ പടി തിരിച്ചു വരുമെന്ന് ഒരാൾ വിചാരിച്ചാൽ വിട്ടിയാണ്. അള്ളാഹ്ക്ക് കഴിയില്ലേ? അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹ്ക്ക് എപ്പോഴും നേരം മുട്ടിക്കാൻ കഴിയില്ലേ? ഇപ്പൊ സമയത്ത് പറയും മനുഷ്യന്മാര് 10:10 ഈ സമയത്ത് സൂര്യൻ ഉദിപ്പിക്കാൻ അള്ളാഹു തിരക്ക് കഴിയില്ലേ? കയ്യിലാന്ന് എപ്പം കഫറോ? പക്ഷേ ചെയ്യൂല. കഴിയും, പക്ഷേ ചെയ്യൂല. അതിനൊരു രീതിയുണ്ട്. ആ രീതി നേരെ പോകും. മഗ്‌രിബായപ്പോൾ എന്താ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്തിനും കഴിയുന്നവനായ റബ്ബ്. അപ്പോൾ നട്ടപ്പാതിലേക്ക് സൂര്യനിക്കാൻ കഴിയൂല? കഴിയും, പക്ഷെ ചെയ്യൂല. സുബഹയായപ്പോഴും പിന്നെയും പറഞ്ഞ് പഠിച്ചോനെ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നട്ടുച്ചക്ക് നട്ടപ്പാതിരിയാക്കാൻ കഴിയില്ല? കഴിയും, പക്ഷെ ചെയ്യൂല. ഇത് കാര്യകാരണങ്ങൾക്ക് അടിസ്ഥാനമായ ഒരു ലോകമാണ്. ഇങ്ങനെ ഒരു വെള്ളരിക്കാപ്പട്ടണം തിരിച്ചു വരുമെന്ന് വിചാരിക്കേണ്ട മനുഷ്യ, ബോധമണ്ഡലം ഉണർന്നോ? ഇനി അങ്ങനെ ഒരു കാലം പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനത്തെ കാര്യം ഉണ്ടാവില്ല, പെട്ടെന്നുണ്ടാവില്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബോധമില്ലാത്തവർക്കിടയിൽ ബോധം കൊടുക്കണം. നമ്മളെ കുട്ടികൾക്ക് ബോധമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് ബോധമില്ല. എന്റെ പ്രശ്നം ഇതൊന്നല്ല. എന്റെ പ്രശ്നം നമ്മളെ കുട്ടികൾക്ക് ബോധമില്ല പഠിച്ചോന്നാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞയച്ച കുഞ്ഞൻ സ്കൂളിൽ പഠിക്കാൻ പോയി. ഹിന്ദിക്ക് 1000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് നമ്മളെ കുട്ടിയെ പുറത്താക്കി. എന്താ കാരണം? സ്കൂളിലെ നിയമാവലികൾ തെറ്റിക്കുന്ന രൂപത്തിൽ കുതിര കളിച്ചിട്ടുണ്ടാവും. അല്ലാതെ സ്കൂളിൽ നിന്ന് പുറത്താക്കൂല. ഈ ലോകത്തിനൊരു കൃത്യതയുണ്ട്. പുണ്യ മുഹമ്മദ് മുസ്തഫ
കേട്ടത് ഞാൻ പറഞ്ഞതല്ല, പുണ്യ റസൂൽ പറഞ്ഞതാണ്. ഇദാ വളിബല്ലാഹു അലാ ഖൗമിൻ, ഒരു ജനത്തിന്റെ മേൽ അല്ലാഹുവിന്റെ കോപം വന്നാൽ യുസല്ലിത്തുല്ലാഹു അലൈഹിം ളാലിമ, അവരുടെ മേൽ മാർദ്ദവത്വവും കരുണയുമുള്ള ഭരണാധികാരികൾക്ക് പകരം അക്രമവാസനയുള്ള ഭരണാധികാരിയെ വാഴിക്കും. ആര്? അല്ലാഹ്. ആര് പറഞ്ഞു ഇത്? മുഹമ്മദ് മുസ്തഫ, സാദിഖായ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന് നേര് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ, സത്യവാന്മാരുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ, ഒരു വാക്കിൽ പാഴ്പാവാക്ക് പറയാത്ത മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്താ പ്രശ്നം? തിരിച്ചു വാ, നിന്റെ മേലും എന്റെ മേലും കോപിഷ്ടനാണ് ആര്? അല്ലാഹു. ഇത് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, കാര്യങ്ങളെ മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലാവുന്ന പറഞ്ഞത് ഇത് നമ്മുടെ രാഷ്ട്രീയമാണ്. ആരുടെ രാഷ്ട്രീയം? മുഹമ്മദ് മുസ്തഫായുടെ സമുദായത്തിന്റെ ഒരു ഇന്റേണൽ രാഷ്ട്രീയമാണ് ഈ പറയുന്നത്. നമ്മുടെ ഓരോ കാര്യം മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ വന്ന് അവർ ഇങ്ങനെയോ, നിങ്ങൾ ഇങ്ങനെ പോയാൽ അവർ അങ്ങനെയോ, നിങ്ങൾ ഇങ്ങനെ നടന്നാൽ അതിന്റെ ഫലം ഇങ്ങനെ ഉണ്ടാവും. ബാഫക്ക് തങ്ങൾ കയറി ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധി ചേംബറിൽ നിന്ന് എണീറ്റ് വന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഇഷ്ടഭാജനങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ്. ഒരു ബാഫക്ക് തങ്ങളല്ല, അങ്ങനത്തെ ആളുകളാണ് പിന്നിലുള്ളത്. മനസ്സിലാവുന്ന പറഞ്ഞത്? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. എന്താ പ്രശ്നത്തിന്റെ ഗൗരവം? കേവലം ഭൗതികമായ വ്യാഖ്യാനങ്ങൾ കൊണ്ട് വോട്ടയടക്കേണ്ട, പ്രശ്നം പരിഹരിക്കുകയില്ല. എടോ, മലബാറിന് 4-5 കൊല്ലമായിട്ടുള്ള പണി എന്താ? ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ തീരുമാനങ്ങളിലും മുസ്ലിം സമുദായത്തിന് 947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇന്ന് വരെ ഇന്ത്യ രാജ്യത്തെ ഏത് കാര്യത്തിലും കൂടുതൽ ഇടപെട്ട് വിഷയങ്ങളെ മാറ്റുകയും ക്രമീകരിക്കുകയും ചെയ്ത് രാജ്യത്തിനും സമുദായത്തിനും അനുഗുണമാക്കുന്നതിൽ ഏറ്റവും വലിയ ചാലകശക്തി കേരളക്കാരാണ്. ആണോ അല്ലേ? പറ. മനസ്സിലായി നോക്കി. എന്ത് ചരിത്രം പഠിച്ചു? കായികമില്ലത്തടക്കം രാഷ്ട്രീയം പറയുകയല്ല. കായികമില്ലത്തടക്കം കൽക്കത്തയിൽ നിന്ന് നേരെ വരുന്നത് സ്വന്തം നാട്ടിലേക്കല്ല. മദ്രാസുകാരനല്ലേ കായികമില്ലത്ത്? കായികമില്ലത്ത് കൊടിനാട്ടാൻ വന്നത് മദ്രാസിലല്ല, കൊടിനാട്ടാൻ വന്നത് കേരളത്തിലാണ്. എന്തുകൊണ്ട്? കേരളത്തിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പുതുനഗരത്താണ് ആദ്യമായി കൊടിനാട്ടിയത് ബഹുമാനപ്പെട്ട ഖൈദമില്ലത്ത്. ഞാൻ രാഷ്ട്രീയം പറയല്ല, അങ്ങനെ വിചാരിക്കരുത്. ഖൈദമില്ലത്തിന്റെ കാര്യത്തിനൊന്നും ആർക്കും തർക്കമുണ്ടാവില്ലല്ലോ. ഞാൻ രാഷ്ട്രീയം പറയല്ല, അങ്ങനെ വിചാരിക്കരുത്. എന്ത് മദ്രാസ് നാട്ടിൽ കഴിഞ്ഞു? എന്തുകൊണ്ട് ചിന്തിക്കണം. പക്ഷേ മലബാറിലെ ഒരു ജനതയുടെ ഏറ്റവും വലിയ ഒരു ജനതയുടെ മുഖമെന്ന് പറഞ്ഞാൽ ആ ജനതയുടെ ചെറുപ്പക്കാരാണ്. എന്താ ചെറുപ്പക്കാർക്ക് പണി? എന്താ? അവർക്ക് എന്ത് പ്രശ്നം വന്നാലും, അവർക്ക് രാജ്യത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ നടന്നാലും അതൊന്നും അവർക്കില്ല. കേവലം എവിടെയെങ്കിലും സമരമുണ്ടെങ്കിൽ ഒരു എൻജോയ്മെന്റ് എന്ന നിലയിൽ ആ സമരത്തിൽ പങ്കെടുത്തേക്കാം. പക്ഷേ അവരുടെ ദൈനംദിന ജീവിതവും വഫലത്താണ്. അവരുടെ ബോധമണ്ഡലം ഉണർന്നിട്ടില്ല. മലബാറിൽ നിന്ന് ഏറ്റവും അധികമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പള്ളിയുമല്ല, യതീംഖാനയുമല്ല, അറബി കോളേജുമല്ല, പന്ത് കളി ഗ്രൗണ്ടുകളാണ്. എപ്പോഴാ കളിക്കുന്നത്? രാത്രി 1 മണി, രാത്രി 2 മണി. മലബാറിലൂടെ നട്ടപ്പാതിരക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരനാണ് ഞാൻ. ഏകദേശ രാത്രികളിലെല്ലാം മലബാറിലൂടെ 1 മണി 2 മണിക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ് ഞാന്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളെ പോലെ പന്ത് കളി ഗ്രൗണ്ടുള്ള ഒരു നാട് കേരളത്തിലില്ല. സ്വഹാബികൾ വന്നത് ഇവിടെയാണ്, സ്വഹാബികൾ കിടക്കുന്നത് ഇവിടെയാണ്, ബദരീങ്ങൾ കിടക്കുന്നത് ഇവിടെയാണ്. എടോ, തമീമുൽ അൻസാരി മിൻ അഹ്ലി ബദരീൻ മിനൻ നബിയിൽ മുസ്തഫ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബി കിടക്കുന്നത് എവിടെയാ? പറ, എവിടെയാ? പാറപ്പള്ളി, കൊല്ലം പാറപ്പള്ളിയിൽ കിടക്കുന്ന തമീമുൽ അൻസാരി ആരാ? മിൻ അസ്ഹാബി ബദരീൻ മഅൻ നബിയിൽ മുസ്തഫ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മലബാറിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഒരു ബോധമില്ല. ചിന്തിക്ക്. ഒരു കല്യാണമാണെങ്കിൽ ഏതൊരു സമുദായക്കാരനും ഒരു മാന്യതയുണ്ട്. ഒരു മാന്യത ഇല്ലാത്ത പുതിയ പ്ലവക്ക് ഇന്നും
പറ, ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? എടോ, കുറച്ച് ദിവസമെങ്കിലും ഒന്ന് മാറ്റിച്ചിടോ. എന്താ സമുദായത്തിന്റെ അവസ്ഥയുടെ നിനക്കറിയടോ? എന്തടോ ഈ കാട്ടിക്കൂട്ടുന്നത്? ഈ കുറച്ച് ദിവസമെങ്കിലും കളിയൊക്കെ ഒന്ന് മാറ്റിക്കൂടടോ. എന്തൊരു അവസ്ഥയാണ് രാജ്യത്ത് നിൽക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താണ് നിങ്ങളൊക്കെ വിചാരിച്ചത്? എന്താണ് നിങ്ങളൊക്കെ അവസ്ഥ? ഏറ്റവും മോശപ്പെട്ട വാർത്തകൾ വരുന്നത് ഒന്ന് നാടാവർത്തുന്നതാണ്. പരിസരത്ത് നിങ്ങളൊന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഞാൻ പറയും, ഞങ്ങൾ ഒരു വാപ്പാക്കും ഭയപ്പെടില്ല. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് തിരിച്ചു പോകാനുള്ള പൂതിയൊന്നുമില്ല. എനിക്ക് നിങ്ങളെയൊക്കെ ബഹുമാനിച്ച് അങ്ങനെ പോകണമെന്നൊരു പൂതിയുമില്ല. ഞങ്ങൾ നാട് എന്നല്ല പറയുന്നത്, പൊതുവെ ചില നാടുകളിൽ നിന്നാണ് ഇപ്പോഴും ഈ ശബ്ദങ്ങൾ വരുന്നത്. ഒന്ന് ഈ പരിസരത്ത് നിന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിലിടപെടാനൊക്കെ കഴിയണം. നിങ്ങൾ പുറത്തു മറാക്കൾ ഇടപെടണം. കുട്ടികളെ നിയന്ത്രിക്കണം. കുറച്ചു കാലത്തേക്കും അവർക്കൊരു മൊറോട്ടോറിയം കൊടുക്കണം. കാരണം ഭയങ്കരമായ പ്രതിസന്ധിയിലാണ് സമുദായം. അള്ളാഹു പ്രശ്നം പരിഹരിച്ചു തരട്ടെ. ഉറക്കപ്പുറം അള്ളാഹു പരിഹരിച്ചു തരട്ടെ. അള്ളാഹു പരിഹരിച്ചു തരട്ടെ. നിങ്ങൾക്കറിയോ, ഒരു ഇറാനും അമേരിക്കയും തമ്മിൽ, ഇറാനും സഖ്യകക്ഷികളും തമ്മിൽ യുദ്ധം നടന്നാൽ അത് മിഡിൽ ഈസ്റ്റിനെ മൊത്തം ബാധിക്കും. കഞ്ഞി കൊടുക്കാൻ തുടങ്ങും. നിങ്ങൾ ഇറാനും ഇനി നടക്കാൻ പോകുന്ന യുദ്ധം നിങ്ങൾ നിസ്സാരം വിചാരിക്കണ്ട. അത് എപ്പോൾ നടന്നാലും അതോടുകൂടെ അറബ് ലോകത്തെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണവും. ഒരു റിയാൽ കിട്ടണ്ടാവില്ല. എവിടുന്നാണ് പോസ്റ്റ്, എവിടെ കഞ്ഞൊടിക്കുക? മലയാളക്കരയിൽ അല്ലെങ്കിൽ കഞ്ഞൊടിക്കാൻ എവിടെ ഉള്ളത്? 957 കേരളപ്പിറവിയുടെ സമയത്ത് ഉണ്ടായിരുന്ന നെൽപ്പാടത്തിന്റെ 10% പോലും ഇന്ന് കേരളത്തിൽ നെൽപ്പാടമില്ല. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? 957 കേരളപ്പിറവിയുടെ സമയത്ത് നമുക്ക് ഏകദേശം ആളുകൾക്കൊക്കെ എന്തുണ്ട്? പാടല്ലേ? 2-4 പാടുണ്ട്. അതിന് കന്ന് പൂട്ടിയെങ്കിലും നമുക്ക് വിതച്ചിട്ട് നമ്മുടെ വലിയ സത്യാണോ അല്ലേ? പറ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ജീവിച്ചത്? ഈ പാസ്പോർട്ടൊക്കെ എടുത്ത് പോകുന്നതിന് മുമ്പ് പാസ്പോർട്ട് വല്ലതും എടുത്തിരുന്നു ഹജ്ജിന് പോകാനല്ലാതെ? അങ്ങനെ തന്നെയല്ലേ? പറ. ഞാനൊരു കർഷകന്റെ മകനാണ്, കർഷകന്റെ പേരെ കുട്ടിയാണ്. ഇപ്പോഴും കൃഷിയാണ്. ഇപ്പോഴും പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയാണ്. ആധാരത്തിലൊക്കെ എന്താ തൊഴിൽ കൃഷി. എല്ലാ ആധാരം കൃഷിയാണ്. എന്തുകൊണ്ട്? കർഷകനാണ്, പാപ്പ കർഷകനാണ്, വല്യാപ്പൻ കർഷകനാണ്. ചിന്തിക്ക്. 957 കേരളപ്പിറവിയുടെ സമയത്തുണ്ടായിരുന്നതിന്റെ 10% നെൽപ്പാടം ഇന്ന് നമ്മളെ കയ്യിൽ ഇല്ല. എന്നാൽ ജനസംഖ്യ അതിന്റെ 10 ഇരട്ടിനപ്പുറം കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. ഇനി കമ്പയർ ചെയ്യേ. ഇന്നത്തതിന്റെ ഒരു വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്ന കാലത്ത് ഇന്നത്തതിന്റെ ഏകദേശം 90 ഇരട്ടിയും നെൽപ്പാടുണ്ടായിരുന്ന കാലത്ത് മര്യാദക്ക് കഞ്ഞി കുടിക്കാൻ കഴിയാതെ പട്ടിണി കിടന്നവരായിരുന്നു നമ്മൾ. ഇപ്പോൾ അതിന്റെ 10 ഇരട്ടിയല്ല ആള് കൂടിയത്. എന്നാൽ 90% എന്ത് നഷ്ടപ്പെട്ട്? നെൽപ്പാട് നഷ്ടപ്പെട്ടു. സത്യാണോ അല്ലേ? പറ. എങ്ങനെ കഞ്ഞുടിക്കും? എങ്ങനെയാ കഞ്ഞുടിക്കുക? ബർമുഡ ട്രൗസർ ഇട്ടിട്ട് നട്ടപ്പാതിരക്ക് പാപ്പാനോട് സലാം പറഞ്ഞ് ഇറങ്ങി പോകാൻ മകൻ പന്തളിക്കാൻ പോകും. അപ്പൊ ഈ താന്തൊക്കെ പറഞ്ഞോട്, എടാ രാത്രിയാണ്, രാത്രി കളിക്കാൻ പാടില്ല. രാത്രി ഉറങ്ങുന്നവരെ പോലും അള്ളാഹു വിമർശിച്ചിട്ടില്ലേ? ആപത്ത് കാലത്ത് രാത്രി തേച്ചുറങ്ങുന്നവരെ ഖുർആൻ വിമർശിച്ചിട്ടില്ലേ? ഇതായിരിക്കണം മൂല്യമാർ ചോദിക്കും. ഇതായിരിക്കണം ഇതൊക്കെ മൂല്യമാരോട് ചോദിക്കും. ആപത്തിറങ്ങുന്ന കാലത്ത്, എന്റെ ആപത്ത് വരുന്നതിൽ നിർഭയരായി അവരങ്ങനെ തിരിച്ചുറങ്ങുകയാണോ? സൂറത്തുൽ അറാഫ്. മനസ്സിലായില്ല? രാത്രി ഉറങ്ങിയിട്ട് പോലും ഖുർആൻ ഒന്ന് നേരം വൈകിയോ? നിങ്ങൾ ചിന്തിക്ക്. ആപത്തിറങ്ങുന്ന കാലത്ത് മനസ്സിലായില്ലേ പറഞ്ഞത്? രാത്രി ഉറങ്ങിയവരെ പോലെ ഖുർആൻ വിമർശിച്ചു. തികച്ചുറങ്ങാൻ പാടില്ല. പാതിരാത്രി കഴിഞ്ഞാൽ എണീറ്റിട്ട് എന്ത് ചെയ്യണം? ആപത്ത് നീങ്ങാൻ വേണ്ടി എന്ത് ചെയ്യണം? രാത്രി ഉറങ്ങിയവരെ വിമർശിച്ചു. രാത്രി ഉണ്ടാക്കിയത് എന്തിനാ? ഉറങ്ങാന്. ഇപ്പൊ തന്നെ അവസാനിപ്പിക്കും. അമ്മ വരെ നിങ്ങൾക്ക് കിട്ടൂലെങ്കിൽ ഇപ്പൊ തന്നെ അവസാനിക്കും. രാത്രിയുടെ കരിമ്പടവും പുതിച്ച് സുഖസുഷുപ്തിയിൽ അങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ത്? രാത്രി. അപ്പുറത്തായിട്ട് ഇപ്പുറത്തോ ആപത്ത് കാലത്ത് തികച്ചുറങ്ങിയാൽ പോലും അള്ളാഹു തആല അവരെ വെറുതെ വിടൂല. രാത്രി ഉണ്ടാക്കിയത് എന്തിനാ? ഉറങ്ങാന്. പറഞ്ഞത് മനസ്സിലായോ? ഉറങ്ങിയവരെ പോലും ഖുർആൻ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി പന്തളിക്കുന്ന ഒരവസ്ഥ എന്തായിരിക്കും? ഇത് നിയന്ത്രിക്കാൻ പള്ളി കമ്മിറ്റി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പള്ളി കമ്മിറ്റിക്ക് എന്ത് വിലയുള്ളത്?
ഒരു സൊസൈറ്റിക്ക് ഒരു അനിവാര്യ ഘട്ടത്തിൽ ഒരു സമൂഹത്തിന് നേര് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവരെ ഇർഷാദ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ വഴിപ്പെടില്ലേ? വഴിപ്പെടില്ലെങ്കിൽ അവർ വഴിപ്പെട്ടോളും. അവർ വഴിപ്പെടും. ചിന്തിക്ക്, ഭയപ്പെടാതെ അള്ളാഹു തല ബോധം തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു ബോധം തരട്ടെ. ഒന്നും വിചാരിക്കട്ടെ. ഇനി വിചാരിച്ച പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങളൊക്കെ എതിരായി ഞാനിത് പറയും. നിങ്ങളെല്ലാവരും എതിരായിട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എതിരായി എനിക്ക് വിഷയമല്ല. ഈ ദുനിയാവാകെതിരായ നമുക്ക് ഒരു കുന്തം വരാൻ പോണില്ല. ഞാൻ ഈ പറഞ്ഞ സത്യമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ദുനിയാവാകെതിരായി അനുകൂല ഇതൊന്നും എന്റെ വിഷയമല്ല. എന്റെ വിഷയം പറഞ്ഞ സത്യമാണ്. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. റിഫായി ഷേഖിന്റെ പേരിൽ നമ്മൾ കൂടിയിരുന്ന് ബിരുദം നടത്തുകയാണല്ലോ. റിഫായി ഷേഖിന്റെ ആണ്ട് നടത്തുകയല്ലേ? അല്ലേ? ജമാഅത്തുൽ ഉലമയിൽ റിഫായി ഷേഖിന്റെ ആണ്ട് റബീഉൽ ആഖിറിൽ ആയിക്കോട്ടെ. ഈ ചോറ് തന്നാ ഇന്ന് നമുക്ക് എന്തധികാരം? വരാരാ നല്ല വേറും മൈസാത്തോ ലുടോരുളുവാലേ നപ്പതിറ്റാണ്ടോളം സുബഹി തൊളുടോവറ്. ആധുനിക സുന്നിയെ ശൂന്യല്ലടാ, ഇത് ശൂന്യാണടാ. ചുണ്ണി എന്ന് പറഞ്ഞാൽ ശൂന്യാവോ? നിസ്കരിച്ച ഇശാടെ ഉളവുകൊണ്ട് സുബഹി വരെ പടച്ച തമ്പുരാനെ ഇബാദത്ത് ചെയ്ത ആളല്ലേ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതിന്റെ അപ്പുറത്തുള്ള മഹാനല്ലേ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ മനസ്സ് തുറന്ന് അല്ലാഹു തൗഫീഖ് തരട്ടെ. സുന്നത്തി ജമാഅത്തിനെ പരിചയപ്പെടുത്തിയ ആളുകളാരാ? രാത്രി ഹയാത്താക്കിയവര്. മടവൂർ പാപ്പയുടെ പണി എന്താ? മടവൂർ കിടക്കുന്ന CM വലിയുള്ള ഖദ്ദസല്ലാഹു പറകുട്ടി, മഹാനായ CM വലിയുള്ള ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവര് അർശിൽ കിടക്കുന്ന വിവരങ്ങൾ ഭൂമിയിൽ പറഞ്ഞ മഹാന്മാരിൽ ഒരാളാണ്. ലോഹിന്റെ അസ്റാറുകൾ ഭൂമിയിൽ പറഞ്ഞ മഹാനാണ്. മടവൂരിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട CM വലിയുള്ള. എത്രയാ സംഭവം! അള്ളാന്റെ ആളുകളാ. എന്തേ രാത്രി ഉറങ്ങൂല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സ് തുറക്കാൻ അള്ളാഹു ബോധം തരട്ടെ. നമ്മൾക്കൊരു പുതിയ തലമുറക്ക് ഉറങ്ങിക്കോട്ടെ. അവർ കളിക്കണമെങ്കിൽ നാട്ടിൽ നമ്മൾ ഉമറാക്കൾ കുറച്ച് ആളുകൾ ബന്ധപ്പെട്ടവർ നമ്മൾ പാദയാത്ര കഴിഞ്ഞ് എണീറ്റ് നമ്മളെ ദ്രായും മറ്റൊക്കെ. അതേ സമയത്ത് നമ്മളെ മക്കൾ സുഹൂറിന്റെ സമയത്ത് ആർപ്പ് വിളിച്ച് ബന്ധെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ദ്വാക്ക് എന്ത് വിലയുള്ളത്? ഒരു നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ജിബ്രീലിനെ അള്ളാഹു തആല പറഞ്ഞയച്ചു നാട്ടിലേക്ക് അലൈഹിസ്സലാം. ആ നാട്ടിൽ പോയപ്പോൾ ഒരു സ്വാലിഹായ മനുഷ്യന്റെ വീട് കണ്ടെത്തി. ആര്? റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ആ കൂട്ടത്തിൽ സ്വാലിഹായ മനുഷ്യന്റെ വീട് ഞാൻ വിളിക്കും, പിന്നെ ഞാൻ എങ്ങനെ നശിപ്പിക്കും എന്ന് തിരിച്ചു വന്നാണ് റബ്ബേ. അപ്പോൾ പറഞ്ഞു നശിപ്പിക്കേണ്ട കൂട്ടത്തിൽ പെടേണ്ടവനാണ് അവൻ. എന്തുകൊണ്ട്? അവനാള് നല്ലോ തന്നെ, പക്ഷെ തിന്മ ചെയ്തപ്പോൾ ജനങ്ങളെ തടയാൻ അവൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കൂട്ടത്തിലൂടെ നശിക്കേണ്ടതാണ്. ആര് പറഞ്ഞു? റബ്ബ് പറഞ്ഞു. ആരോട്? സയ്യിദുനാ ജിബ്രീൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കും. നമ്മള് 10 ആളുകൾ തഹജ്ജുദ് നിസ്കരിച്ചതുകൊണ്ടായില്ല നമ്മളെ മക്കള് ആ സമയത്ത് ആർപ്പ് വിളിച്ച് പന്ത് കളിക്കുന്നതാണെങ്കിൽ, നമ്മൾ മാന്യന്മാരായി ജീവിച്ചതുകൊണ്ട് മാത്രമായില്ല ആ സമയത്ത് കല്യാണത്തെ ഭക്ഷണാക്കുന്ന സമുദായത്തെ കരിവാരിത്തിരക്കുന്ന ചെറുപ്പക്കാര് നമ്മളെ മക്കളാകുമ്പോൾ, നാട്ടിലെ മക്കളാകുമ്പോൾ പിന്നെ നമ്മളെയും മാന്യനക്ക് എന്ത് വിലയാ? റബ്ബ് ഇടപെടണമെങ്കിൽ ഇടപെടൂലേ? ഇടപെടും. റബ്ബ് ഇടപെട്ടാ പിന്നെ ഒരുത്തിന് ഓഫീസ് അടക്കാൻ കഴിയുകയില്ല. റബ്ബ് ഇടപെട്ടാ പിന്നെ ഒരു പട്ടാളത്തിന് ഇടപെടാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? റബ്ബാണ് അധികാരി. റബ്ബിന്റെ മേലെ ഒരു അധികാരിയും ഇല്ല. എല്ലാം മാറ്റി തീർക്കാൻ ആർക്ക് കഴിയും? പറയാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ.